ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 നമ്മൾ അതാണ് ചില ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോനിയയിലും അഖായിയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. നമ്മൾ അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വളരെ വിശാലമായിട്ട് മണിക്കൂറുകൾ ചിന്തിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കണക്ഷൻ കിട്ടാനായിട്ട് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. 1-ാം വാക്യത്തിൽ 3 പേരുടെ പേര് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവര് കർത്താവിലാണ്, അവര് ദൈവത്തിലാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെട്ടവർക്ക് വീണ്ടും ആ അനുഗ്രഹം പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകട്ടെ എന്ന് ഒരു ഗ്രീറ്റിംഗ്സോടെയാണ് ആ ബുക്ക് ആരംഭിക്കുന്നത്. അപ്പോസ്തലൻ ഈ സഭയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകമാണ് 2ഉം 3ഉം വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അവിടെയാണ് 3 ഫൗണ്ടേഷണൽ മാർക്ക് ഓഫ് എ ജെനുവിൻ ബിലീവർ എന്ന വിഷയം നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. 1, അവർക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി അവരിലുണ്ടായിരിക്കും. 2, സ്നേഹത്തിന്റെ പ്രയത്നം അവരിലുണ്ടായിരിക്കും. 3-ാമത്തേത് അവർക്ക് പ്രത്യാശയുടെ സ്ഥിരത ഉണ്ടായിരിക്കും. ട്രൂ ഫെയ്ത്ത് ഈസ് എവിഡൻസ്ഡ് ബൈ പ്രൊഡക്ഷൻ. ട്രൂ ലവ് ഈസ് എവിഡൻസ്ഡ് ബൈ അഫെക്ഷൻ. ട്രൂ ഹോപ്പ് ഈസ് എവിഡൻസ്ഡ് ബൈ കണ്ടിന്യൂവേഷൻ. ഇങ്ങനെ 3 കാര്യം വിശാലമായി നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിന്റെ 4-ാമത്തെ വാക്യമാണ് അതിന്റെ തീം വാക്യമായിട്ടുള്ളത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അത് 1-ാമത്തെ ക്ലാസ്സിൽ എന്താണ് ഡിവൈൻ ഇലക്ഷൻ എന്നും എന്താണ് ബിലവഡ് ബൈ ഗോഡ് എന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ അല്പം വിശാലമായിട്ട് ചിന്തിച്ചു എന്നെനിക്കറിയാം. അത് ഡിവൈൻ ഇലക്ഷൻ അതിപ്പോൾ ഇവിടെ വിശദമായിട്ട് പറയേണ്ട കാര്യമല്ല. ദൈവം അനുവദിച്ച് എന്തെങ്കിലും എഫീഷ്യൻസ് പഠിപ്പിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നിന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെയാണ് ഏറ്റവും റിച്ചായിട്ട് റോമാലേഖനം 9-ലും എഫീഷ്യൻസ് 1-ലുമാണ് ആ വിഷയം ഏറ്റവും റിച്ചായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനു മുമ്പേ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന കാര്യം തിരുവെഴുത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 3 മാർക്ക് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 10 ഡിസ്റ്റിങ്യൂഷിംഗ് മാർക്ക് ഓഫ് എ ജെനുവിൻ സേവ്ഡ് പേഴ്സൺ. 10 അവരുടെ യഥാർത്ഥമായിട്ട് കർത്താവിൽ വിശ്വസിച്ച ജെനുവിനായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ വസിക്കുന്ന ഒരുവന്റെ 10 അടയാളങ്ങളാണ് ഈ പുസ്തകത്തിനകത്തെ ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം എന്നുള്ളത്. അതിൽ 3 നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. 4-ാമത്തേത് നമ്മൾ ചിന്തിച്ചായിരുന്നു. 5-ാമത്തെ വാക്യമാണ് 4-ാമത്തേന് ആധാരമായിട്ട് വായിച്ചത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആരാണ് ട്രൂലി കൺവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ജീവിത സറണ്ടർ ചെയ്ത ദൈവമക്കൾ എന്നതിന് 4-ാമത്തെ അടയാളം ഇതാണ്. അവര് ദൈവവചനത്തിന്റെ ശക്തമേറിയ പ്രഘോഷണത്തിന്റെ കീഴിലിരിക്കുന്നവരാണ്. അതായത് അവർക്ക് ആ തിരുവെഴുത്ത് കേട്ട് കഴിഞ്ഞാൽ യാതൊരുവിധമായ പ്രശ്നം ഉണ്ടാകത്തില്ല. അവരതിൽ ആനന്ദിക്കുന്നവരായിരിക്കും, അവരതിൽ സന്തോഷിക്കുന്നവരായിരിക്കും. ഹാസ് ബീൻ അണ്ടർ എ പ്രീച്ചിങ് ദാറ്റ് ഈസ് പവർഫുൾ. നിങ്ങൾ ഓർക്കുന്നു ഞാൻ ആ സെന്റൻസ് പറഞ്ഞത്. അന്നേരം പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ, പ്രസന്റേഷൻ, ഇത്രയും കാര്യമാണ് നമ്മൾ വിശാലമായിട്ട് ചിന്തിച്ചത്.
ആ വാക്യത്തിനകത്തൊരു 4 കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ഞങ്ങൾ വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നമ്മൾ ഈ ശക്തി എന്ന് കേൾക്കുമ്പോഴേ ശബ്ദം എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരിക്കലും വരാനായിട്ട് ഇടവരരുത്. ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ ദൈവവചനം ശക്തിയോടെയാണ്, പരിശുദ്ധാത്മാവോടെയാണ്. ദൈവവചനം നിങ്ങളുടെ അടുക്കൽ വളരെ ക്ലാരിറ്റിയോടെയാണ്, കൺവിക്ഷനോടെയാണ്, വളരെ നിശ്ചയത്തോടെയാണ് വന്നത് എന്നതിന്റെ റിസൾട്ടാണ് 6 മുതൽ 10 വരെ കാണുന്നത്. അവർക്ക് കഷ്ടതയിൽ സന്തോഷിക്കാനായിട്ട് കഴിയുന്നു, അവർക്ക് കർത്താവിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു, അവർ അനേകർക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് തീരുന്നു, അവര് തങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുന്നു, അവര് സുവിശേഷം പറയാനായിട്ട് തയ്യാറാകുന്നു, അവര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് ശക്തിയോടെയുള്ള വചന ശുശ്രൂഷയുടെ ഫലം. പക്ഷെ നമ്മൾ അതിന് കൊടുക്കുന്ന നിർവചനമൊക്കെ വളരെ പൂറായിട്ടുള്ള കാര്യമാണ്. അങ്ങനല്ല. ദൈവവചന ശക്തിയോടെ നമ്മുടെ ഇടയിൽ ഘോഷിക്കപ്പെടുന്നു എങ്കിൽ കർത്താവിൽ വസിക്കുന്ന ഒരു ദൈവസഭയിൽ ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ ക്വാളിറ്റി അവരിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനം ശക്തിയോടെ നിങ്ങളുടെ അടുക്കൽ വന്നു, പരിശുദ്ധാത്മാവോടെ നിങ്ങളുടെ അടുക്കൽ വന്നു, അത് പൂർണ്ണ കൺവിക്ഷനോടെ നിങ്ങളുടെ അടുക്കൽ വന്നു. കേവലം വചനമായിട്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം കേൾക്കുന്ന എഫക്റ്റോടെ മാത്രമായിരുന്നില്ല. അങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്താണ് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അവിടുത്തെ ഒരു പ്രയോഗം കണ്ടോ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഒറ്റ സെക്കൻഡ് പ്ലീസ്. ഒരല്പം വെളിച്ചം കുറവായിരുന്നു, ഞാൻ അതിനെ ഒന്ന് ക്രമീകരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സുവിശേഷം എന്നൊരു പ്രയോഗം കണ്ടോ. നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് വായിക്കുന്നുണ്ട്, ഗോസ്പൽ ഓഫ് ഗോഡ് എന്ന് വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗോസ്പൽസ് എന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ഗോസ്പൽ ഓഫ് മാത്യു എന്ന് വായിക്കാറുണ്ട്, അല്ലേ? അങ്ങനെ വായിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രയോഗം കണ്ടോ, ഞങ്ങളുടെ സുവിശേഷം എന്നവിടെ പറയാനായിട്ട് കാര്യം ദ ഗോസ്പൽ വി പ്രീച്ച്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം. ദ ഗോസ്പൽ വി പ്രീച്ച്, സബ്ജക്റ്റീവ് ജനറ്റീവ് ആണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഗോസ്പൽ വി പ്രീച്ച്. അത് 1 തെസ്സലോനിയൻസ് 1:5 2 തെസ്സലോനിയൻസ് 2:14 നമ്മൾ ആ നിലയിലുള്ള പ്രയോഗം കാണുന്നുണ്ട്. ആ ഗോസ്പലിന്റെ അതിന്റെ ഒറിജിനേഷൻ 1 കൊരിന്ത്യർ 15:1 മുതൽ 11 വരെ, അതാണ് ഗോസ്പൽ. 1 കൊരിന്ത്യർ 15:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. അവർ ഗോസ്പൽ അത് കേവലം വേർഡ്സ് ആയിട്ട് മാത്രമല്ല, പക്ഷെ വേർഡ്സ് ഉണ്ടായിരുന്നു. കാരണം വചനം കേൾക്കണം, കേൾവിയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ 4 കാര്യം നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് അതിന്റെ ഒടുവിൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നറിയുന്നുവല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോസ്പൽ എങ്ങനെ പ്രസംഗിച്ചോ അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് ഞങ്ങൾ ജീവിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ദൈവവചന കേൾവിയില് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നവർക്കുള്ള പ്രത്യേക ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മനസ്സിലാവുന്നോ? എങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചോ ആ പ്രസംഗം പോലെ തന്നെ ജീവിച്ചു എന്നാണ് ആ ഭക്തൻ അവിടെ അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ഞാൻ ആരംഭ ക്ലാസ്സിൽ പറഞ്ഞു, അവര് ചില മാസങ്ങൾ അവിടെ താമസിച്ച് കാണാം. അങ്ങനെ താമസിച്ചപ്പോൾ തിമോത്തിയും ശീലാസും പിന്നീട് ചില നാളുടെ കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി ആക്ട്സ് 18:5 വായിച്ചാൽ മതി. തെസ്സലോനിക്കയിൽ നിന്ന് പോള് യാത്ര തിരിച്ചതിന് ശേഷം ചില നാളുടെ കഴിഞ്ഞാണ് അവരവിടെ വരുന്നത്. അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന 2 കമ്പാനിയൻസ് പൗലോസിന്റെ കൂടെ പിന്നീട് ഏതൻസിൽ വന്നാണ് ചേരുന്നത്. പക്ഷെ അവരവിടെ താമസിച്ച കാലം അപ്പോസ്തലൻ പറയുന്ന വാക്കാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ മാതൃകയാക്കാവുന്ന ഒരു ക്വാളിറ്റി ഉള്ള ലൈഫ് അവര് നമ്മിൽ കണ്ടു എന്നാണ് അപ്പോസ്തലൻ അവിടെ അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവർക്കും ഒക്കെ നമ്മള് സിയാറ്റിലെ ദൈവസഭകളിൽ ഒരുപക്ഷെ ദൈവവചനം ശക്തമായിട്ട് കേൾക്കുന്ന ഒരു സഭ നമ്മുടെ സഭ തന്നെയാണ്. അത് നിശ്ചയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഉറപ്പായിട്ട്
ഈ പല ചർച്ചകളെടുത്താലും നമ്മുടെ ചർച്ച ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്കത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അങ്ങനെങ്കിൽ ആ നിലയിലുള്ള ഒരു ജീവിത നിലവാരവും പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തെ ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. 5-ാം വാക്യം ഞാൻ അവിടെ തൽക്കാലം നിർത്തുകയാണ്. നോക്കൂ, അങ്ങനെങ്കിൽ പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ, പ്രസന്റേഷൻ. ഓർക്കുന്നല്ലോ, പ്രസന്റേഷൻ. ദൈവവചനത്തിന്റെ ശക്തമേറിയ ദൈവവചന ശുശ്രൂഷയുടെ കീഴിലിരിക്കുക, അതൊരു അനുഗ്രഹം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. 6-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. അല്പം 6 മുതൽ 10 വരെ വാസ്തവത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കുക: ദ എഫക്ട് ഓഫ് ദ ഗോസ്പൽ ഓൺ ദം. ദ എഫക്ട് ഓഫ് ദ ഗോസ്പൽ ഓൺ ദം, അല്ലെങ്കിൽ ദ എഫക്ട് ഓഫ് ദ പവർഫുൾ പ്രീച്ചിങ് ഓൺ ദം. ദൈവവചനത്തിന്റെ ശക്തമേറിയ പ്രസംഗം, ആത്മനിറവോടുള്ള പ്രസംഗം, കേൾവിക്കാർക്ക് വളരെ ക്ലാരിറ്റിയോടെയുള്ള പ്രഭാഷണം, അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ആ എഫക്റ്റ് എന്താണെന്നാണ് 6 മുതൽ 10 വരെയുള്ള വാക്യം. 6 എഫക്റ്റ് അവിടെ ഉണ്ട്. 6 എഫക്റ്റ്. ഒന്ന്, അവർക്ക് വലിയ രൂപാന്തരം വരുന്നുണ്ട്, അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, അവരനേകർക്ക് മാതൃകയായി തീരുന്നുണ്ട്, അവർ ഗോസ്പല് പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയാണ്, അവര് കർത്താവിന് കീഴടങ്ങിയിരിക്കുകയാണ്, അവര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് ശക്തമേറിയ വചന ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ട പ്രത്യക്ഷമായ ഫലങ്ങൾ. അതുകൊണ്ട് ഇതിനേക്കാൾ കുറഞ്ഞ എന്തെങ്കിലും വൈകാരികമായ എന്തെങ്കിലും അനുഭൂതി ഉണ്ടായി എന്നത് അതിന് തിരുവെഴുത്തിൽ യാതൊരു വിധമായ പ്രാധാന്യതയില്ല. ഞാൻ ഇമോഷണലായിട്ട് നമ്മളൊക്കെ ഹല്ലേലൂയയും പ്രൈസ് ലോർഡും ഒക്കെ പറയുന്നവരാണ്. പക്ഷെ അതല്ല ഫലം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതിന്റെ ഒരു നിലനിൽക്കേണ്ട റിസൾട്ട് എന്നുള്ളതാണ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങൾ, ഞാൻ അതിനെ ഈ 4 കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി 6 കാര്യവും പറയുമ്പോൾ ടോട്ടൽ 10 ആകും. ഈ 10 കാര്യം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ട്രൂലി കൺവേർട്ടഡ് ആണ്, ജീവിതം കർത്താവിന് സറണ്ടർ ചെയ്തവരാണ് എന്നതിന്റെ ഡിസ്റ്റിങ്യൂഷിംഗ് മാർക്ക്. എന്നെ കേൾക്കുന്ന ആളുകൾ ഒട്ടും അശ്രദ്ധയോടെ ഇരിക്കാതെ അതീവ ഗൗരവമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കാണണം. നമ്മുടെ ജീവിതം അങ്ങനെയാണോ, നമ്മുടെ ലോക്കൽ ചർച്ചിന്റെ ജീവിതം അങ്ങനെയാണോ എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. 6-ാം വാക്യം ആ പവർഫുൾ പ്രീച്ചിങ്ങിന്റെ എഫക്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, NAS ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ഓർഡർ ആണ് ഞാനത് ഔട്ട്ലൈൻ തയ്യാറാക്കിയേക്കുന്നത്. യു ഓൾസോ ബിക്കെയിം ഇമിറ്റേറ്റേഴ്സ് ഓഫ് അസ് ആൻഡ് ഓഫ് ദ ലോർഡ്. അത് 6-ാം വാക്യത്തിൽ മലയാളത്തിൽ 2-ാം ഭാഗമാണ്. നിങ്ങൾ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ലൈഫ് ദാറ്റ് ഈസ് ന്യൂ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ലൈഫ് ദാറ്റ് ഈസ് ന്യൂ. ഇവിടുത്തെ വാക്ക് കണ്ടോ, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതിനെ അല്പമായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പവർഫുൾ പ്രീച്ചിങ്ങിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ ശക്തിയോടെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ആഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന 1-ാമത്തെ റിസൾട്ടാണ് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലാവുന്നോ? അതാണ് പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ, പ്രസന്റേഷൻ, ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞേക്കുന്ന ആ വാക്ക് നിങ്ങൾ കണ്ടോ, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഇതേ കാര്യം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ചാപ്റ്റർ 2:14, സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അത് അവിടെ മാത്രമല്ല, ഒരു വൈഡ് റേഞ്ചിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അനുകാരികളായി തീർന്നു. കൊരിന്ത്യൻ സഭയോട് അപ്പോസ്തലൻ തന്റെ 2-ാമത്തെ ലേഖനം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന 2-ാമത്തെ ലേഖനം, അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ആ സഭകളുടെ ക്വാളിറ്റി, മെക്കദോന്യ സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ മദർ ഓഫ് മാസിഡോണിയ തെസലോനിക്ക സഭയാണ് ഏറ്റവും പ്രാധാന്യത. തെസലോനിക്ക, ഫിലിപ്പിയ, ബെരോവ അങ്ങനെയുള്ള സഭകളാണ്. അതിൽ
അപ്പോസ്തലൻ ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന തെസ്സലോനിക്ക സഭയാണ്. അത് എപ്പിസിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. ആ സഭകളെ മാതൃകയാക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. നോക്കൂ, എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ആ നിലയിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത്? അവർ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികൾ എന്നാണ്. പോൾ റിപ്പീറ്റഡ്ലി എൻകറേജ് ദിസ് ഓൾസം ഫോളോയിങ് ഓഫ് എക്സാമ്പിൾ. ഞാൻ ചില വാക്യങ്ങൾ പറയാം. അപ്പോസ്തലൻ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട് ഞങ്ങളെ മാതൃകയാക്കണം, ഞങ്ങളെ മാതൃകയാക്കണം. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഞങ്ങളെ വായിക്കുന്നത് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു, ഓൾറെഡി ഹാപ്പൻഡ് എന്ന നിലയിലാണ് അവിടെ വായിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബേബി ചർച്ചാണ്. നമ്മൾ ഓർക്കുന്ന ഈ അനുകരിക്കുക എന്നൊക്കെ പറയുന്നത് രക്ഷിക്കപ്പെട്ടിട്ട് ഒരു 50 വർഷം കഴിഞ്ഞത്തെ കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, തെസ്സലോനിക്ക ലേഖനം നന്നായിട്ട് വായിക്കുന്നതിന് മുമ്പ് വരെ. പക്ഷെ അങ്ങനല്ല. ഈ ചർച്ചിന് ഒരു ഈ ലേഖനം എഴുതുമ്പോൾ 1-2 വർഷം കഴിഞ്ഞായിരിക്കും എഴുതുന്നത്. എനിക്ക് എക്സാക്ട്ലി അത് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ആ ചെറിയ ചർച്ചില് അവിടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു റെസിഡൻഷ്യൽ ലീഡേഴ്സ് അവിടെ ഇല്ല. പോൾ അവിടെ ഇല്ല, തിമത്തി അവിടെ ഇല്ല, സൈലസ് അവിടെ ഇല്ല. പിന്നീട് താന് വളരെ 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്, സഹിച്ചുകൂടാഞ്ഞിട്ട് എന്നൊരു പ്രയോഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തിമത്തിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഞാൻ പറഞ്ഞ റെസിഡൻഷ്യൽ ലീഡേഴ്സ് ഇല്ലാത്ത ഒരു സഭയിൽ ഇത്രയും ക്വാളിറ്റി അവരിൽ കണ്ടത് ഭയങ്കര അത്ഭുതമാണ്. അതൊരു പക്ഷേ തിമത്തി വന്നു കൊടുത്ത റിപ്പോർട്ട് പരിശുദ്ധാത്മാവിനാൽ പോൾ എഴുതിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ എന്ന് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാവ് പിശാചാകുന്നു, നിങ്ങൾ അവന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു എന്ന നിലയിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതേ കാര്യം 1 ജോൺ ചാപ്റ്റർ 3-കകത്തും വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അവരെ പിശാചിന്റെ മക്കൾ എന്ന് വിളിക്കാൻ കാര്യം, അവരാ പിതാവിന്റെ കാര്യമാണ്, അവരുടെ പിതാവിന്റെ കാര്യമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറയാൻ കാര്യം, അവര് പൗലോസിനെ അനുകരിക്കാനായിട്ട് തുടങ്ങുന്നു. പൗലോസ് ആരെയാണ് അനുകരിച്ചത്? ഞാൻ കർത്താവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ, ഒറ്റ വാചകത്തിൽ പോള് കർത്താവിനെ അനുകരിക്കുന്നു, അവർ പൗലോസിനെ അനുകരിക്കുന്നു, അവർ അതിന്റെ കൂടെ കർത്താവിനെയും അനുകരിക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മിമിക് എന്നൊരു വേർഡാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. മിമിക്, അതിന്റെ അർത്ഥം അവിടെ ഉപയോഗിച്ചേക്കുന്ന മിമിക് എന്ന ആ വാക്കിന് കൃത്യമായിട്ട് ഉപയോഗിച്ചേക്കുന്നത് എക്സാക്ട് റീപ്രൊഡക്ഷൻ എന്നാണ്. എക്സാക്ട്, വളരെ അതുപോലെ തന്നെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കേവലം എക്സ്റ്റേണലി അല്ല, നമുക്ക് തിരുവെഴുത്ത് കാണുമ്പോൾ അറിയാമല്ലോ, ഇന്റേണലി. നോക്കൂ പ്രിയപ്പെട്ടവരെ, ശക്തമായ ദൈവവചന ശുശ്രൂഷ, ആത്മനിറവോടുള്ള ദൈവവചന ശുശ്രൂഷ, ബഹുനിശ്ചയത്തോടെ, ക്ലാരിറ്റിയോടെ, കൺവിക്ഷനോടെ, ബോൾഡോടെയുള്ള ദൈവവചന ശുശ്രൂഷ ആദ്യം നമ്മൾ ചെയ്യുന്നത് എ ലൈഫ് ദാറ്റ് ഈസ് ന്യൂ, ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ പ്രോഗ്രഷൻ നമ്മുടെ ഇടയിൽ നടക്കണം. അതാണ് ശക്തമേറിയ ദൈവവചന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനം. ആ മിമിക് എന്ന വാക്കിന് ലിറ്റിൽ കോപ്പീസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്, അങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം. ലിറ്റിൽ കോപ്പീസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ലിറ്റിൽ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്ത്യൻസ്, ചെറിയ ക്രിസ്തുക്കൾ. ലിറ്റിൽ ക്രൈസ്റ്റ് എന്നാണ് ആ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ ലിറ്റിൽ ക്രൈസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ്സ് എ ഡിമിനിറ്റീവ് ഫോർ ക്രൈസ്റ്റ്, ലിറ്റിൽ കോപ്പീസ് ഓഫ് ക്രൈസ്റ്റ്. ഈ പാഗണിസം, ജാതീയ സമ്പ്രദായത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന ആളുകൾ they are becoming like Christ. അതാണ് a life that is new, ഒരു പുതിയ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോള് തന്നെ എക്സാമ്പിൾ ചെയ്യാനായിട്ട് പറയുന്ന വാക്യങ്ങൾ വളരെ പല ലേഖനങ്ങൾക്കകത്തുണ്ട്. ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയാൻ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. 1 Corinthians 4:16, 11:1, Galatians 4:12, Ephesians 5:1, Philippians 3:17, chapter 4:9, 1 Thessalonians 3:12, 2 Thessalonians 3:7 and 9. ഇവിടെ എല്ലാം അപ്പോസ്തലൻ എന്നെ മാതൃകയാക്കുക എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ
എന്നാണ് അപ്പോസ്തലൻ അതിന് തന്റെ ന്യായം പറഞ്ഞേക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനം എങ്ങനെയാണ് നമ്മൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം, നമുക്കറിയാവുന്ന വാക്യമാണ്. 6-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരാ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം, 4-ാം വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകുന്നു. എ ലൈഫ് ദാറ്റ് ഈസ് ന്യൂ ട്രാൻസ്ഫോർമേഷൻ. നാമും ദിസ് ഈസ് ദ എഫക്റ്റ് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. ആത്മനിറവോടുള്ള പ്രസംഗമായിരുന്നു എന്നൊരാൾ പറയണമെങ്കിൽ അത് കേൾവിക്കാരിൽ റിസൾട്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ വേറെ ഒരു കാര്യത്തിനും ആത്മനിറവോടുള്ള പ്രസംഗം എന്ന് പറയാവുന്ന വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. നോക്കൂ, അപ്പോസ്തലൻ പറഞ്ഞ മറ്റൊരു വാക്യം ഉണ്ടല്ലോ: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. 2 Corinthians 5:17, Galatians 6:15. പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. കണ്ടോ? ന്യൂ ക്രിയേഷൻ, മിമിക്, എ ലൈഫ് ദാറ്റ് ഈസ് ന്യൂ, ട്രാൻസ്ഫോർമേഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് എഫക്റ്റ് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. കൺവിക്ഷൻ, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, പൂർണ്ണ നിശ്ചയത്തോടെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന ആ സർമൺ, ആ സന്ദേശം നിങ്ങളിൽ മിമിക്, കർത്താവിനെ അനുകരിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ശക്തമേറിയ വചന ശുശ്രൂഷയുടെ കീഴിലിരിക്കുന്ന നമ്മുടെ ലോക്കൽ ചർച്ചിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമന്റേറ്റർ, നന്നായിട്ട് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് തോമസ് എന്ന് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടെന്നില്ല. അത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഒത്തിരി 50 വർഷം മുമ്പ് എഴുതിയൊരു കമന്ററിയാണ്. ആ ബുക്കിനകത്ത് ആ ഭക്തൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: വി ആർ ടു ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് ഇൻ ഹോളിനെസ്, ലവ് ആൻഡ് സഫറിങ്. 3 നിലയിലാണ് ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. 1, ഹോളിനെസിന്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ. 2, സ്നേഹത്തിന്റെ കാര്യത്തിൽ. 3, സഫറിങ്ങിന്റെ കാര്യത്തിൽ. ഞാൻ അതിനെ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ദ നോഷൻ ഓഫ് imitating God and Christ applies especially to 3 things: holiness, love and suffering. ഈ 3 വേയിലൂടെ വേണം നമ്മൾ കർത്താവിനെ പോലെയാകാൻ. എങ്ങനെ ഹോളിനെസ്സിൽ കർത്താവിനെ പോലെയാകുന്നത്? നമ്മൾ 1 പത്രോസ് 1:15 എന്താണ് വായിക്കുന്നത്? ലൈക്ക് ദ ഹോളി വൺ ഹു കോൾഡ് യു, ബി ഹോളി യുവർസെൽഫ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധനൊത്തവണ്ണം നിങ്ങളും വിശുദ്ധരായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ അനുകരിക്കേണ്ടത്. ഹോളിനെസിന്റെ കാര്യത്തിൽ നമ്മൾ കർത്താവിനെ അനുകരിക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ കർത്താവിനെ തെസലോനിക്ക സഭ അനുകരിച്ചത്? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിപ്പിൻ എന്ന് പോൾ പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ എങ്ങനെയാണ് അനുകരിച്ചത്? ഹോളിനെസിന്റെ കാര്യത്തിലാണ്. വി ആർ പെർസ്യൂവിംഗ് ഹോളിനെസ് ഇൻസ്റ്റഡ് ഓഫ് അൺഹോളിനെസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ കാര്യത്തിൽ കർത്താവിനെ അനുകരിക്കുക. നമ്മെ വിളിച്ചവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അങ്ങനാണെങ്കിൽ പവർഫുൾ പ്രീച്ചിങ്ങിന്റെ റിസൾട്ട് എന്താണ്? ഹോളിനെസ്. രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ ആത്മാവോട് എഴുതി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ് കർത്താവിനെ അനുകരിക്കേണ്ടത്? 2, സ്നേഹത്തിന്റെ കാര്യത്തിലാണ്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതുപോലെ വായിക്കുന്നല്ലോ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. കർത്താവ് ഒടുവിൽ പറയുന്നുണ്ട്, നീ എനിക്ക് തന്നവരെ ഞാൻ അവസാനത്തോളം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്നേഹിക്കണം. മാത്യു 5:43-48, ലൂക്ക് 6:36, ജോൺ 13:34, 15:12. ഇവിടെ എല്ലാം വായിച്ചാൽ ആ സ്നേഹത്തിന്റെ കാര്യം
ദൈവവചനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തത് സഫറിങ്ങിലാണ് നമ്മൾ കർത്താവിനെ അനുകരിക്കേണ്ടത്. വിശുദ്ധിയുടെ കാര്യത്തിൽ, അന്യോന്യം സ്നേഹിക്കുന്നതിന്റെ കാര്യത്തിൽ, കഷ്ടം അനുഭവിക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മുടെ കർത്താവ് നിരവധി കാര്യങ്ങൾ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി 16:24, 25, മർക്കോസ് 10:38, ലൂക്കോസ് 14:27, യോഹന്നാൻ 15:18 മുതൽ 20 വരെ, 1 പത്രോസ് 2:18 മുതൽ 21 വരെ നമുക്ക് പിന്തുടരാൻ നല്ലൊരു മാതൃക വെച്ചേച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവൻ കഷ്ടം അനുഭവിച്ചപ്പോൾ ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ ഭരമേൽപ്പിക്കുകയാണ്. നല്ലൊരു മാതൃക. സഫറിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യണം. ഹോളിനെസിന്റെ കാര്യത്തിൽ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യണം. സ്നേഹത്തിന്റെ കാര്യത്തിൽ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഞങ്ങൾക്കും കർത്താവിനും ദൈവവചനത്തിന്റെ ശക്തമേറിയ പ്രഭാഷണത്തിന് കീഴിലിരുന്ന ദൈവസഭയ്ക്കുണ്ടായ ഒന്നാമത്തെ റിസൾട്ട്? അവർ കർത്താവിനെ അനുകരിക്കാനായിട്ട് തുടങ്ങി, ഞങ്ങളെ അനുകരിക്കാനായിട്ട് തുടങ്ങി. ഞങ്ങളെ അനുകരിച്ചു എന്നെടുത്ത് പറയാൻ കാര്യം, ഞങ്ങൾ കർത്താവിനെ അനുകരിക്കുന്നു. അവന്റെ ഹോളിനെസിന്റെ ആ പെർസ്യൂയിങ്, അവന്റെ സ്നേഹം എങ്ങനെയാണ് കാണിച്ചത്? എങ്ങനായിരുന്നു സഫറിങ്ങിനോടുള്ള മനോഭാവം? ഇതായിരിക്കണം ദൈവസഭയുടെ മനോഭാവം. എന്നെ കേൾക്കുന്നവരോട് വളരെ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ശക്തമേറിയ വചന ശുശ്രൂഷയുടെ ഒന്നാമത്തെ ഫലമായിട്ട് നമ്മിൽ ഇതുണ്ടാകണം. ഇതുണ്ടാകാത്ത വൈകാരികമായ പ്രകടനങ്ങളിൽ പിശാചാണ് മുതലെടുക്കുന്നത്. അതുകൊണ്ട് ഒരു റിസൾട്ടും ദൈവസഭയിൽ ഉണ്ടാകുന്നില്ല, ഒരു രൂപാന്തരവും ആർക്കും വരുന്നില്ല. എൻ്റെ ബോധ്യത്തിലും എൻ്റെ പരിചയത്തിലും ദൈവസഭകളിൽ ആ നിലയിൽ റിസൾട്ട് ഉണ്ടാകുന്നില്ലാത്തതിന്റെ കാര്യം നമ്മൾ അറിയാതെ പലപ്പോഴും പിശാചിന്റെ വഞ്ചനകളിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. ഒരിക്കലും ദൈവസഭ അങ്ങനെ സമ്മതിക്കരുത്. വളരെ കെയർഫുൾ ആയിട്ട് തിരുവഴുത്തിലേക്ക് തിരിയുകയും കർത്താവിനെ എ ലൈഫ് ദാറ്റ് ഈസ് ന്യൂ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിസൾട്ട്. സെക്കൻഡ്, 6-ാം വാക്യം തന്നെയാണ്. ഇംഗ്ലീഷിൽ സെക്കൻഡ് പാർട്ട്, മലയാളം ആദ്യമാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് കണ്ടോ? ഹാവിങ് റിസീവ്ഡ് the word in much tribulation with the joy of the Holy Spirit. മലയാളം ആരംഭത്തിൽ ഞങ്ങളുടെ സുവിശേഷം ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. A joy that is transcendent. A joy that is transcendent. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യം നമ്മൾ ചിന്തിക്കണം. ഒന്ന്, അവര് ആദ്യം അപ്പോസ്തലൻ അവിടെ ചെന്നപ്പോൾ തന്നെ they welcomed the message, അല്ലേ? അങ്ങനാണല്ലോ. നിങ്ങളുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. തെസലോനിക്കയിൽ, ഫിലിപ്പിയിലെ കഠിനമേറിയ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് 3-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 2:2 നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. നോക്കൂ, അതികഠിനമേറിയ പെർസിക്യൂഷന്റെ നടുവിൽ നിന്നാണ് ഈ അപ്പോസ്തലനും തന്റെ കൂടെയുള്ളവരും അങ്ങോട്ട് വരുന്നത്. അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെയും അതികഠിനമായ പെർസിക്യൂഷൻ ആണ് തെസലോനിക്കയിൽ ഉണ്ടായത്. പക്ഷേ ആ കഠിനമേറിയ പ്രയാസത്തിന്റെ നടുവിലൂടെ അപ്പോസ്തലന്മാര് വചനം പ്രസംഗിച്ചപ്പോൾ അവര് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അത് കൈക്കൊണ്ടു. അത് കൈക്കൊണ്ടത് ആ വെൽക്കമിങ് പ്രീച്ച് മാത്രമായിരുന്നില്ല, തുടർന്നുള്ള കണ്ടിന്യൂവേഷനിലുള്ള ഡോക്ട്രിനൽ മെസ്സേജും അവർ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഞാൻ പറഞ്ഞ 2 കാര്യം മനസ്സിലാവുന്നു. ഒന്ന്, അവരാ ഗോസ്പൽ സന്തോഷത്തോടെ കൈക്കൊണ്ടു. 2, ഡോക്ട്രിനൽ സെർമണും സന്തോഷത്തോടെ കൈക്കൊണ്ടു. അത് 2 തെസ്സലോനി 2-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലൻ ആ കാര്യം എടുത്തു പറയുന്നതായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, അവര് കൺവേർഷനിലും സന്തോഷത്തോടാണ് കൈക്കൊണ്ടത്. ഈവൻ ആഫ്റ്റർ ദെയർ കൺവേർഷൻ അവര് ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു.
എന്നാണ് നമ്മൾ ആ പുസ്തകത്തിൽ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, അവിടെ എ ജോയ് ദാറ്റ് ഈസ് ട്രാൻസെൻഡന്റ്. അല്പം ഒരു കാര്യം ഞാനൊന്ന് അവിടെ വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. ഈ അവിടെ അവരെത്രമാത്രം കഷ്ടപ്പെട്ടു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സിവിയർ ട്രയൽ എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഒറിജിനൽ അർത്ഥത്തിൽ ഇന്റൻസ് പ്രഷർ എന്നാണ്. ഇറ്റ് ഈസ് കൺഫൈനിങ് പ്രഷർ, വളരെ വേദന, ബഹു കഷ്ടം. ഇതേ കാര്യം 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. 8:2 മക്കെദോന്യ സഭകളെ പറ്റി പറയുക, കഷ്ടത എന്ന കഠിന ശോധന, മഹാദാരിദ്ര്യം, ഇങ്ങനെ 2 പ്രയോഗം അവിടെ ഉണ്ട്. അതേ കാര്യമാണ് 1 തെസ്സലോനി 1:6, ബഹു കഷ്ടം, മച്ച് ട്രിബുലേഷൻ വിത്ത് ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നോക്കൂ, ഒരു വളരെ കൃത്യമായ ജീവിതം കർത്താവിന് ഏൽപ്പിക്കപ്പെട്ടവർക്ക് മാത്രമല്ലേ അതികഠിനമേറിയ കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്ത ഒരുവന് പോലും അങ്ങനെ സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. ഇനിയാണ് നമ്മൾ 3:1 വായിച്ചത്, ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് തിമോത്തിയോസിനെ അവിടെ നിർത്തിയിട്ട് പോന്നു, ശീലാസിനെ തിമോത്തി അവിടെ നിർത്തിയിട്ട് പോന്നു എന്ന് അപ്പോസ്തലൻ പറയാൻ കാര്യം, സഹിച്ചുകൂടാഞ്ഞിട്ട് അതികഠിനമേറിയ പീഡനം, ബഹു കഷ്ടം, വളരെ ദാരിദ്ര്യം. ഈ വളരെ ദാരിദ്ര്യം എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു ബോധ്യത്തിൽ അന്നത്തെ ഒരുവൻ ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ നമുക്കറിയാം പല ജോലികൾ ചെയ്യാനായിട്ട് കഴിയുകയില്ല. 2, ഒരുവൻ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു, ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയുന്നു, കഷ്ടതകൾ വർദ്ധിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ആ ഇന്റൻസ് പ്രഷർ, ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് പറയുന്നത് ബഹു കഷ്ടം, ഉപദ്രവം, പട്ടിണി. അപ്പോസ്തലന്റെ വാക്കുകൾ എടുത്താൽ കഷ്ടത, പട്ടിണി, ഉപദ്രവം, നഗ്നത, ഇതെല്ലാം ആ സഭ അനുഭവിക്കുകയാണ്. വളരെ റിച്ചായിട്ടുള്ള ഒരു പട്ടണത്തിലെ സഭയുടെ അവസ്ഥയാണ് നിങ്ങൾ കൂട്ടണം. എല്ലാ സാഹചര്യവും ഉള്ള ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കയ്ക്ക് ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് പോയി എന്ന് പറയുന്ന ആ പട്ടണത്തിലെ സഭ വെരി സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ദ മാർക്ക് ഓഫ് ട്രൂ കൺവേർഷൻ. എന്താ? എ ജോയ് ദാറ്റ് ഈസ് ട്രാൻസെൻഡന്റ്. അതിനൊരു പേര് കൊടുക്കാൻ ജൂബിലേഷൻ, ആഹ്ലാദം, സന്തോഷം. നോക്കൂ, പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ, പ്രസന്റേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ജൂബിലേഷൻ. ഡു വി ഹാവ് ദീസ് മാർക്ക്? നമുക്ക് ഈ കാര്യം ഉണ്ടോ? നമ്മുടെ സഭകൾക്ക് ഈ കാര്യം ഉണ്ടോ? ആ പവർഫുൾ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ടോ? ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് ഹിറ്റ് ചെയ്യുന്നുണ്ടോ? ആ ട്രാൻസെൻഡന്റ് ജോയി അതികഠിനമേറിയ കഷ്ടതയുടെ നടുവിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? വേദന ഒരു സൈഡിൽ നമ്മളെ തളർത്തുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിനെ സേവിക്കുന്നതുകൊണ്ടുള്ള, എൻ്റെ ദൈവം എന്നെ അറിയുന്നത് കൊണ്ടുള്ള, ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച ഒരു കാര്യമാണ്. അത് ഒരു പ്രഭാഷണത്തിൽ ഞാൻ വിശദമായിട്ട് പറയാം. ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനം യഹോവയാൽ അത്രേ. പ്രോവർബ് സദൃശവാക്യത്തിനകത്തെ ഒരു വാക്യമാണ്, എൻ്റെ ഓർമ്മയില്ല, റെഫറൻസ് ഇല്ല, 26 എനിക്ക് 21, 26 സംപയർ ദയർ. എന്താ അതിന്റെ അർത്ഥം എന്താ? ചീട്ട് ഒരു ചെറിയൊരു പീസാണ്, അത് ഒരാള് ചീട്ടിടുകയാണ്. അതിന്റെ കൃത്യമായ മറുപടി റൈറ്റ് ആളെ കണ്ടെത്താനായിട്ട് അതുപോലും നിയന്ത്രിക്കുന്ന ദൈവമാണെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതിന് എത്ര ഉദാഹരണമുണ്ട്. ആ കപ്പലിൽ യോന പോയപ്പം തൗസൻഡ്സ് ഓഫ് ആളുകൾ അതിനകത്ത് കാണാം, പക്ഷെ ചീട്ടിടുന്നു, ദൈവത്തിന്റെ നിയന്ത്രണം. യോന തന്നെയാണ് അവിടെ പിടിക്കപ്പെടുന്നത്. 2 പേർക്ക് വേണ്ടി അപ്പോസ്തലന്മാരാകാൻ ചീട്ടിടുന്നു, ദൈവത്തിന്റെ സർവജ്ഞാനത്തിലുള്ള മത്തിയാസിന് തന്നെ ചീട്ട് എന്ത് ചെയ്യുക? വീഴുകയാണ്. ആഖാൻ ആരാണ് മോഷ്ടിച്ചതെന്നറിയാൻ ചീട്ടിടുന്നു, ചീട്ട് ആഖാന് തന്നെ വീഴുകയാണ്. ആരാണ് തേൻ തൊട്ട് നക്കിയതെന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ ചീട്ടിടുമ്പോ യോനാഥാൻ അത് വീഴുകയാണ്. ചീട്ട് മടിയിലിടുന്ന അതിന്റെ വിധാനമോ യഹോവയാൽ അത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുടി നാര് പോലും അവിടത്തേക്ക് അറിയാമെന്നതാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇന്ന് രാവിലെ
വളരെ ആ വേദഭാഗം വായിച്ച് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ദൈവം അനുവദിച്ചാൽ അത് ഒരു പ്രഭാഷണമായിട്ട് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ. ഇവിടെ അതുപോലെ തന്നെയാണ് ആ ട്രൂലി കർത്താവിനെ ഏൽപ്പിക്കപ്പെട്ടവര് ആ ബഹുകഷ്ടത്തിന്റെ നടുവിലും ജോയ് ദാറ്റ് ഈസ് ട്രാൻസെൻഡന്റ്. നിങ്ങളുടെ അകത്ത് അത് ഉണ്ടാകാറുണ്ടോ? വളരെ വേദന സഹിക്കുമ്പോഴും ആ കാം അഷ്വറൻസ്, ആ വലിയ സന്തോഷം നമ്മുടെ അകത്ത് ഉണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് ഓഫ് പവർഫുൾ പ്രീച്ചിങ്. ദൈവവചനത്തിന്റെ അതാണ് ഇനിയും നാളെ ബ്രദറെ വചനം മാത്രമല്ല ശക്തി ഉണ്ടായിരുന്നു പറയുമ്പോൾ ഇതാണ് അതിന്റെ അർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം. ഞാൻ എടുത്ത് ഐപിക്കോസിലെ ആൾക്കാരോട് ചോദിക്കുന്നതുമായിരിക്കും. മത്തായി 13 ഈ തൽക്കാലം സന്തോഷിക്കുന്നവരെ പറ്റി ഒരു വാക്യമുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമ ഞാൻ പലപ്പോഴും റെഫർ ചെയ്യുന്നതാണ്. മാത്യു 13 വേഴ്സ് 20 and 21 നോക്കിയേ. ആ വിതയ്ക്കുന്നവന്റെ ഉപമ പറയുകയാണ്. വേഴ്സസ് 20 and 21. പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലാതിരിക്കാൽ അവൻ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. വേരില്ലായാൽ അവൻ ക്ഷണീകനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ചർച്ച വിട്ടു പോകുന്നു. കണ്ടോ വാക്യം? അവൻ ചർച്ച വിട്ടു പോകുന്നുള്ളത് ഞാൻ ആഡ് ചെയ്തതാണ്. അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു എന്നാണ് വാക്യം. ക്ഷണത്തിൽ ഇടറിപ്പോകുക എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റേറ്റ് ആയിട്ട് പോകുന്നു, പിന്മാറ്റക്കാരനായിട്ട് പോകുന്നു, കർത്താവിനെ വിട്ട് ദേമാസിനെ പോലെ പോകുന്നു, ഫുഗലോസിനെ പോലെ, ഹെർമനോസിനെ പോലെ പോകുന്നു, ആസ്യക്കാരിൽ എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന് പോലെ പോകുന്നു, എന്റെ ഒന്നാം പ്രതിഭാഗത്തിൽ ആരും തുണകുന്നില്ല എന്നതുപോലെ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ വായിച്ചതോ അവര് ഉപദ്രവമോ ഞെരുക്കുമോ നേരിട്ടപ്പോ സന്തോഷത്തോടെ കൈക്കൊണ്ടതാണ്. പക്ഷെ പാറസ്ഥലത്ത് വീണ വിത്തായിരുന്ന കൊണ്ട് അവര് പിന്മാറിപ്പോകുന്നു. എന്നാൽ ഇവിടെ നല്ല നിലത്ത് വീണ വിത്തായതുകൊണ്ട് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഗോസ്പലും കൈക്കൊണ്ടു, ഡോക്ടറിനും കൈക്കൊണ്ടു. എ മോഡൽ ചർച്ച്. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. നോക്കൂ, ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് Acts 5:41 അപ്പോസ്തലന്മാർ ആദ്യമായിട്ട് വളരെ പീഡനം സഹിക്കുന്ന ആരംഭഭാഗം 5:41 ആക്സിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് നോക്കിയേ. 5:41 അവരെ വിട്ട് അടുപ്പിച്ചു തിരുനാമത്തിന് വേണ്ടി. 40 വാക്യം, അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച്, യെരുശലേമിൽ നടക്കുന്ന കാര്യം, അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു. എ ജോയ് ദാറ്റ് ഈസ് ട്രാൻസെൻഡന്റ് ജൂബിലേഷൻ. പ്രൈസ് ലോർഡ്. ഇതാണ് പവർഫുൾ പ്രസംഗത്തിന്റെ എഫക്റ്റ്. പവർഫുൾ പ്രസംഗത്തിന്റെ എഫക്റ്റ് വേറൊന്നുമായിട്ട് ഇങ്ങോട്ട് വരല്ല. ഇതാണ് അതിന്റെ ശക്തമേറിയ, നമ്മുടെയൊക്കെ വലിയ കോൺഫറൻസിനൊക്കെ നിങ്ങൾ കേട്ടിട്ട് കാണുമല്ലോ, പോള് വചനം മാത്രമല്ല ശക്തി ഉണ്ടായിരുന്നു. നമ്മള് സത്യത്തിൽ ആത്മഹത്യാപരമാണ് അതിന്റെ വ്യാഖ്യാനമൊക്കെ. വളരെ ഉള്ളിൽ ദൈവവചനത്തെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഏതൊരു ശുശ്രൂഷകനും അത് കേൾക്കുമ്പോൾ വളരെ കരച്ചിലായിരിക്കും, അവന്റെ വേദനയായിരിക്കും അവന്റെ ഹൃദയം. എന്നെ ഇടയനാക്കി ഇപ്പോൾ ആക്കിയിരിക്കുന്ന ഈ ദൈവ മക്കൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കണം. വേദനയുടെ നടുവിലും ആ വേദനയ്ക്കൊന്ന് എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം എൻ്റെ അകത്തുണ്ടായിരിക്കണം. ഈ സന്തോഷം എവിടുന്നാ കിട്ടുന്നത്? റോമൻസ് 5:3 ഞാൻ വിശദമായിട്ട് ഒരു 2-3 വർഷം മുമ്പ് പ്രസംഗിച്ചൊരു കാര്യമാണ്. 5:3 വാക്യം, 2 വാക്യം തൊട്ട് വായിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു പറഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. 5 വാക്യം, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ
നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇത് എവിടുന്നാണ് ഈ സന്തോഷം കിട്ടിയത്? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ, ഹോളി സ്പിരിറ്റ് ആണ് ഈ ജൂബിലേഷൻ, ഈ ജോയ്, ഈ ലവ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് നൽകിയത്. പോള് ഫിലിപ്പിയൻസ് 4:4 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പോസ്തലന്മാര് പ്രിസണിൽ കിടന്നപ്പോഴും അവര് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സന്തോഷവും ആ ആനന്ദവും ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ യാക്കോവിനെ കൊന്നിട്ടും പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നുറങ്ങിയത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റി! പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആ പറഞ്ഞ വാക്കുകൾ നോക്കി. പ്രൊഡക്ഷൻ, ട്രൂ ഫെയ്ത്ത് ഈസ് എവിഡൻസ്ഡ് ബൈ പ്രൊഡക്ഷൻ, അഫെക്ഷൻ, കണ്ടിന്യൂവേഷൻ, പ്രസന്റേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ജൂബിലേഷൻ. ക്ലിയർ? 6 കിട്ടിയല്ലേ? 6. ഏഴാമത്തേത് ആ വാക്യം തന്നെ നോക്കിയേ. 7-ാം വാക്യം. അങ്ങനെ 6 മുതൽ വായിക്കാം. ക്ലിയർ ആയോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. എല്ലാം ക്ലിയർ ആയല്ലോ? എന്താണ് സന്തോഷം? കർത്താവിനെ അനുകരിക്കുക. ഏതൊക്കെ മേഖലയിലാണ്? ശക്തമേറിയ വചന ശുശ്രൂഷയുടെ ആ കൺവിക്ഷൻ, അതിന്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ബഹുനിശ്ചയത്തോടെ നിങ്ങളുടെ ഹൃദയത്തെ ഹിറ്റ് ചെയ്ത ആ തിരുവെഴുത്തിന്റെ എഫക്റ്റ് എന്താണ്? ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് ഞാൻ വളരെ നിയോഗത്തോടെ പറയുകയാണ്, നിങ്ങൾക്ക് ആ ഒരു ബോധ്യം പരിശുദ്ധാത്മാവിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ കേവലം മറ്റൊരു കാര്യത്തിലേക്കും ദയവായിട്ട് പോകരുത്. അങ്ങനെ പോയാൽ ഈ തിരുവെഴുത്ത് മനസ്സിലായ നമ്മളോട് പരിശുദ്ധാത്മാവ് ദൈവം കണക്ക് ചോദിക്കും എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ കണക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് നമ്മളോട് കർത്താവ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അധികം കേട്ടവനോട് അധികം ചോദിക്കും, അധികം അറിഞ്ഞവൻ അധികം ശിക്ഷാവിധിക്ക് യോഗ്യനാകും എന്നൊക്കെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വളരെ ദൈവപരിജ്ഞാനത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കുണ്ടാകട്ടെ. 7-ാം വാക്യം. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. 7-ാമത്തെ കാര്യം, എ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലററി. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അവിടെ ആ മോഡൽ എന്നതിന് ഉപയോഗിച്ചേക്കുന്നതിന്റെ അർത്ഥവും an exact reproduction എന്നാണ്. an exact reproduction. അതുപോലെ തന്നെ എ മോഡൽ. ഈ സഭ ഒരു പെർഫെക്റ്റ് ചർച്ച അല്ല. അങ്ങനെ എല്ലാം പൂർണ്ണത പ്രാപിച്ച ഒരു സഭയില്ല. മനസ്സിലാവുന്നോ? എല്ലാ മേഖലയിലും അങ്ങനെ ഒരു സഭ ഉണ്ടായിരുന്നെങ്കിൽ ആ സഭയിലെ ആര് ഭൂമി കാണുകയില്ല, അവരെല്ലാരെയും കർത്താവ് സ്വർഗത്തിലേക്ക് നേരത്തെ എടുത്തേനെ. കാരണം കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായിട്ടും അനുരൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം പിടിച്ച ലോകത്തിൽ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മോഡൽ ചർച്ച് എന്ന് പറയാൻ കാരണം അത് പെർഫെക്റ്റ് ചർച്ച് അല്ല. ദൈവവചനം നമ്മോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രോഗ്രസീവായിട്ടുള്ളൊരു സഭ എന്നാണ് അതിന്റെ അർത്ഥം. നോക്കണേ, a behavior that is exemplary. This is the effect of powerful gospel, effect of powerful preaching. ഇനിയും ഞാൻ അതിനെ അതോടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് ചർച്ച് അല്ല എന്നതിന് തെളിവുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3:10 എങ്ങനെയാണ് അപ്പോസ്തലൻ എഴുതിയേക്കുന്നത്? ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. കണ്ടോ? ഇതുപോലെ തന്നെയാണ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് ഉപദേശം കൊടുത്തിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ കൃപയിലും ദൈവത്തിന്റെ വചനത്തിന് ഫലമേൽപ്പിക്കുന്നു. മീനിങ് വചനം പ്രസംഗിക്കണം, അതിനായിട്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായി. അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ വിശ്വാസത്തിന്റെ കുറവ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല?
ആ ഒരു മോഡൽ ചർച്ച് മാത്രമാണ് പെർഫെക്റ്റ് ചർച്ച് അല്ല. ദൈവം നമ്മെ പറ്റിയും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭകളെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്നറിയാമോ? ഒരു മോഡൽ ചർച്ച് ആകണം. എ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലറി. എല്ലാ ദൈവമക്കളും കർത്താവിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നില്ലേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ടിരിക്കണം. നോക്കൂ, ഓരോ ദിവസവും ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവപ്രസാദമാകുമാറ് ജീവിക്കണം എന്നതാണ് രക്ഷിക്കപ്പെട്ട ഓരോ പൈതലിനെ പറ്റിയുള്ള ദൈവേഷ്ടം. പവർഫുൾ പ്രീച്ചിങ്ങിന്റെ എഫക്റ്റിൽ ഇതിന്റെ ആ മോഡൽ നമ്മിൽ നടക്കും. ഒരു സംശയവും ആ കാര്യത്തിനകത്തില്ല. അങ്ങനെയെങ്കിൽ ഏഴാമത് നമുക്കൊരു പേര് കൊടുക്കാം, ഇല്ലുസ്ട്രേഷൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പേര്, ഇല്ലുസ്ട്രേഷൻ. ഇവിടെ ഞാൻ ആ കാര്യങ്ങൾ അല്പം കൂടെ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് എട്ടാമത്തെ കാര്യത്തിലേക്ക് പോകാനായിട്ട് സമയമില്ല. നമുക്ക് മലയാളത്തിൽ എഴുതുന്നവർക്ക് മാതൃകാപരമായ പെരുമാറ്റം, എ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലറി എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ പെരുമാറ്റം. ഏഴാം വാക്യത്തെ അല്പം കൂടെ ഒന്ന് നോക്കിയേ. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവിടുത്തെ ഒരു പ്രയോഗം നിങ്ങൾ കണ്ടോ? മക്കെദോന്യയിലും അക്കായിലും. മക്കെദോന്യ എന്ന് പറഞ്ഞാൽ ആ പ്രോവിൻസിന്റെ പേരാണ്. അതിന്റെ മറ്റൊരറ്റത്ത് കിടക്കുന്ന, ഇത് നോർത്തും സൗത്തും ആയിട്ട് കിടക്കുന്ന രണ്ട് സ്ഥലമാണ് അക്കായ ആൻഡ് മാസിഡോണിയ. ഈ മാസിഡോണിയയിലെ പ്രധാന സ്ഥലമാണ് ഫിലിപ്പിയ, ബെരോവ. അതിന്റെ മദർ ഓഫ് മാസിഡോണിയയാണ് തെസലോനിക്ക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പോൾ പറയുകയാണ്, മക്കെദോന്യയിലെ മറ്റ് സഭകൾ ഫിലിപ്പിയ, ബെരോവ, കൊരിന്ത്, ഏഥൻസ്, അവിടെ നിന്ന് അവർ ആസിയിലേക്കൊക്കെ പോകുന്നുണ്ട് എല്ലായിടത്തും. ഇവിടെ എല്ലാ സഭകൾക്കും നിങ്ങൾ മാതൃകയായി തീർന്നു എന്നാണ് അവിടുത്തെ പ്രയോഗം. കണ്ടോ? വിശ്വസിക്കുന്ന എല്ലാവർക്കും. അവിടെ ആ എല്ലാവരും എന്നത് വാസ്തവത്തിൽ എവരി ഇൻഡിവിജ്വൽ എന്ന അർത്ഥമോ, യൂണിവേഴ്സലായിട്ടുള്ള എല്ലാവരും അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. കാരണം അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ദൈവത്തിന്റെ വചനം മക്കെദോന്യയിലും അക്കായയിലും മാത്രമല്ല എല്ലായിടവും. അങ്ങനെ ഈ അന്നത്തെ എഴുത്തുകാര്, ഞാൻ പറഞ്ഞല്ലോ, പോള് തൻ്റെ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എഴുതുന്നത്. പക്ഷെ സാധാരണക്കാരന് മനസ്സിലാകുന്ന അന്നത്തെ കോമൺ ഫ്രേസസ് അപ്പോസ്തലൻ തൻ്റെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ എഴുതുകയാണ്. എല്ലായിടവും എന്നുള്ളത് ഈ ഹിസ്റ്ററി ഒക്കെ വായിക്കുന്നവർക്ക് അറിയാം, അല്ലെ ഹിസ്റ്റോറിയന്മാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഹൈപ്പർബോളെ. ഇപ്പൊ ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാനായിട്ട് പോകല്ല. ഈ ഹൈപ്പർബോളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂക്കിന്റെ സുവിശേഷം എഴുതുമ്പം അവരുടെ ഉപദേശം കൊണ്ട് യെരൂശലേം മുഴുവൻ നിറച്ചു എന്നൊക്കെ വായിക്കുന്നില്ല. അതായത് അതിന്റെ ഒരു മാസീവ് എഫക്റ്റ് പറയാനായിട്ട് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്ന് വായിക്കുന്നില്ലേ? എന്താ ഒരു നമ്പർ പറയാൻ കഴിയാത്ത ഒരു മാസീവ് കൺവേർഷൻ. ആ ഹൈപ്പർബോള എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലായിടത്തും, ഇപ്പം ഈ രണ്ടാം ലോകമഹായുദ്ധത്തില് ജപ്പാൻ മുഴുവൻ തീർന്നു, അല്ലെങ്കിൽ ജർമ്മനി മുഴുവൻ തീർന്നു. പക്ഷെ ജർമ്മനിയുടെ എല്ലാ ഭാഗമൊന്നും തീർന്നില്ല. പക്ഷെ ആ എഴുത്ത് മനസ്സിലാവുന്ന ഹൈപ്പർബോളെ എന്നൊരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചേക്കുന്നത്. മാസീവ് എഫക്റ്റ് ആണ്. അതിന്റെ അർത്ഥം എവരി ഇൻഡിവിജ്വൽ എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഭയങ്കരമായ എഫക്റ്റ് ഉണ്ടായി. നോക്കൂ, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അക്കായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. മാതൃകയാകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ, ഉപദേശത്തിൽ, സ്വഭാവത്തിൽ, എല്ലാ കാര്യത്തിലും. മറ്റൊന്നിലെ പറഞ്ഞാൽ കർത്താവിനെ പോലെ ഹോളിനെസ്സിൽ, കർത്താവിനെ പോലെ സ്നേഹത്തിൽ, കർത്താവ് അനുഭവിച്ചതുപോലെ പേർസിക്യൂഷനിൽ
അവർ വളരെ മാതൃകയായി തീർന്നു. അവിടെ ആ പെർസിക്യൂഷനിൽ മാതൃക എന്ന് പറഞ്ഞാൽ 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദർ 14 അവര് യഹൂദന്മാർ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വന്തം ജാതിക്കാരാൽ അനുഭവിച്ചല്ലോ. യഹൂദന്മാരാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ യെരുശലേമിൽ അനുഭവിച്ച അതേ കഷ്ടത്തിന്റെ അതേ അളവിൽ തന്നെ ഈ തെസലോനിക്ക സഭയും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ വിവരണം വളരെ കുറവാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ യഹൂദന്മാരാൽ സഭ അനുഭവിച്ച പീഡനം നമുക്കറിയാം അല്ലെ. 8-ാം അധ്യായത്തിനകത്ത് യെരുശലേമിൽ താമസിക്കാൻ കഴിയാതെ വണ്ണം അവര് വീട് വിട്ടോടുകയായിരുന്നു. അതുപോലെ തന്നെയുള്ള പീഡനം തെസലോനിക്ക സഭ അനുഭവിച്ചു എന്നാണ് 2:13 വായിക്കുന്നത്. വിശ്വസിക്കുന്ന സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദന്മാരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങൾ സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. എന്നിട്ട് 15-ാം വാക്യം, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും, അങ്ങനെ ലിസ്റ്റ് പോവുകയാണ്. അതിന്റെ അർത്ഥം യേശുവിനെ ക്രൂശിച്ച കൊന്ന പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞ അതേ കഷ്ടത യഹൂദാ സഭ അനുഭവിച്ചതുപോലെ ജാതികളിൽ നിന്ന് നിങ്ങൾ കൊലപാതകങ്ങൾ നേരിടേണ്ടി വന്നു, ജാതികളിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകേണ്ടി വന്നു, ജാതികളിൽ നിന്ന് നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു, പ്രയാസം. നിങ്ങൾ അതിന്റെ ലിസ്റ്റ് അങ്ങ് ചേർത്തോ. ഇത്രയും കഷ്ടം, ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടും അക്കായിലും മാസിഡോണിയയിലും ഫിലിപ്പിയിലും ബെരോവയിലും കൊരിന്തിലുമുള്ള എല്ലാ സഭകൾക്കും അവർ ആത്മീയ കാര്യത്തിൽ മാതൃകയായി തീർന്നു. സ്നേഹത്തിന്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, സഫറിങ്ങിന്റെ കാര്യത്തിൽ. ക്ലിയർ? എ ബിഹേവിയർ ദാറ്റ് ഈസ് എക്സംപ്ലറി. ഒരു വാക്കോടെ എന്നോട് ചേർക്കാം, ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേഷൻ. ഞാൻ ആ 7 കാര്യം പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താം. നമുക്ക് ഈ അടയാളങ്ങൾ ഉണ്ടോ? പവർഫുൾ പ്രീച്ചിങ്ങിന്റെ അടിയിലിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന നമ്മുടെ സമൂഹം, ഞാൻ വാസ്റ്റ് ആണ് പറയുന്നത്, നമ്മുടെ ലോക്കൽ ചർച്ചല്ല, ഏറ്റവും ശക്തമേറിയ ഉപദേശം പറയുന്നത് നമ്മളാണെന്ന് അവകാശപ്പെടുന്നവരോടാണ് പറയുന്നത്. ഈ ശക്തമേറിയ വചനത്തിന്റെ കീഴിലിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവോടും ശക്തിയോടും പൂർണ്ണ നിശ്ചയത്തോടും കൂടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നപ്പം നമുക്കുണ്ടായ പ്രൊഡക്ഷൻ ഉണ്ടോ? അഫെക്ഷൻ ഉണ്ടോ? കണ്ടിന്യൂവേഷൻ ഉണ്ടോ? ആ ദൈവവചനത്തിന്റെ പ്രസന്റേഷൻ നമ്മുടെ ഇടയിലുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ നടക്കുന്നുണ്ടോ? ജൂബിലേഷൻ ഉണ്ടോ? അനേകർക്ക് മാതൃകയായിത്തീരുന്ന ഇല്ലുസ്ട്രേഷൻ നമ്മിലുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. എ ഫെയ്ത്ത് ദാറ്റ് വർക്ക്സ്, പ്രൊഡക്ഷൻ. എ ലവ് ദാറ്റ് ലേബേഴ്സ്, അഫെക്ഷൻ. എ ഹോപ്പ് ദാറ്റ് പെർസിവേഴ്സ്, കണ്ടിന്യൂവേഷൻ. ഹാസ് ബീൻ അണ്ടർ എ പ്രീച്ചിങ് ദാറ്റ് ഈസ് പവർഫുൾ, പ്രസന്റേഷൻ. ഹാസ് എ ലൈഫ് ദാറ്റ് ഈസ് ന്യൂ, ട്രാൻസ്ഫോർമേഷൻ. A joy that is transcendent, jubilation. A behavior that is exemplary, illustration. ഇതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ജെന്യുവിൻ കൺവേർഷന്റെ മാർക്ക്. ഇതാണ് ശക്തമേറിയ വചന ശുശ്രൂഷയുടെ റിസൾട്ട്. നമ്മിൽ ഇതുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരണം. ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ട് അന്യോന്യം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. തിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥി